ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ നമുക്കറിയാം SSLC എക്സാമിന്റെ ഏറ്റവും ലാസ്റ്റ് സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. സോ ഈ സമയത്ത് സാർ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് SSLC എക്സാമിനകത്ത് സോഷ്യൽ സയൻസിലെ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. സോ മക്കളെ, നിങ്ങൾക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ നോക്കിയോ. നിങ്ങൾ ആദ്യമായിട്ട് ഇതുപോലെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് ദ ചേഞ്ചിങ് എർത്ത് അല്ലെങ്കിൽ മാറുന്ന ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് മറ്റൊന്നുമല്ല, വെതറിങ്ങുമായി ബന്ധപ്പെട്ടാണ്, അപക്ഷയവുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു ചോദ്യം നിർബന്ധമായിട്ടും വന്നിരിക്കും. നിങ്ങൾക്കറിയാലോ, ക്രിസ്മസ് എക്സാമിന് ഇതുപോലെ തന്നെ എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ ഉറപ്പാണ് മക്കളെ, ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്യും, വന്നിരിക്കും കേട്ടോ. അപ്പൊ നോക്ക്, ചോദ്യം ഇതാണ്: ഡു ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് വെതറിംഗ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. വാട്ട് ആർ ദീസ് ടൈപ്സ് ഓഫ് വെതറിംഗ് കോൾഡ്? മക്കളെ, മനുഷ്യ പ്രവർത്തനങ്ങൾ അപക്ഷയത്തിന് കാരണമാകാറുണ്ടോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഇത്തരം അപക്ഷയ പ്രവർത്തനങ്ങൾ വിളിക്കുന്ന പേരെന്ത്? ഇതാണ് പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നിങ്ങൾക്കറിയാലോ, മനുഷ്യന്റെ പ്രവർത്തനം ഇതേപോലെ തന്നെ വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്കത് അറിയുന്നതാണ്. അത് ബയോളജിക്കൽ വെതറിംഗ് ആണ്, അല്ലെങ്കിൽ ജൈവിക അപക്ഷയമാണ് എന്ന് അറിയാം. അപ്പൊ മക്കളെ, എന്താണ് പ്രധാനമായിട്ട് ഈ പറയുന്ന അപക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നോക്ക്, അപക്ഷയം അല്ലെങ്കിൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ പറയുന്ന മിനറൽസിന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ റോക്സിന് അല്ലെ, ഈ പറയുന്ന പാറകൾക്ക്, ഈ പാറകൾക്ക് ഉണ്ടാകുന്ന കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വെതറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വെതറിംഗ് എന്ന് പറഞ്ഞാൽ ശിലകൾക്കുണ്ടാകുന്ന രാസപരവും ഭൗതികപരവുമായ മാറ്റങ്ങളെയാണ് നമ്മൾ വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ പാറകൾ പൊട്ടിപ്പൊടിയുന്നില്ലേ, അതിനെയാണ് നമ്മൾ വെതറിംഗ് അപക്ഷയം എന്ന് പറയുന്നത് കേട്ടോ. പാറ പൊടിയുന്നതിന് തന്നെ അത് 3 ടൈപ്പ് ഉണ്ട് മക്കളെ. ഏതൊക്കെയാണ് 3 ടൈപ്പ്? ആ 3 ടൈപ്പ് പഠിക്കാൻ സിമ്പിൾ ആണ്. കാരണം മറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട സയൻസ് സബ്ജക്റ്റുകളുടെ പേരുകളൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സയൻസ് സബ്ജക്റ്റിൽ ഏതുണ്ട്? ഫിസിക്സ് ഉണ്ട്. അപ്പോൾ ഫിസിക്സ് നോക്കിയോ, അപ്പോൾ ഫിസിക്കൽ വെതറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഭൗതിക അപക്ഷയം. രണ്ടാമത് കെമിസ്ട്രി അല്ലേ, കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി അപ്പോൾ നിങ്ങൾ നോക്ക്, കെമിക്കൽ വെതറിംഗ് അല്ലേ. പിന്നെ ഉള്ളത് ബയോളജിയാണ്, ബയോളജി. അപ്പോൾ നോക്ക്, ബയോളജിക്കൽ വെതറിംഗ്. അപ്പോൾ നിങ്ങളുടെ സയൻസ് സബ്ജക്റ്റുകൾ ഓർത്താൽ മതി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഫിസിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്. സിമ്പിൾ അല്ലേ? ഇനി നിങ്ങൾ നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ മക്കൾ ശ്രദ്ധിച്ചോ, അതാ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ പരത്തി എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. സോ അത് പഠിക്കാൻ കഴിയാത്ത മക്കളാണെങ്കിൽ ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ധാരണയെങ്കിലും എന്ത് ചെയ്യാം, ഉണ്ടാക്കിയൊക്കെ. അതിനുവേണ്ടി ഞാൻ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ഫിസിക്കൽ വെതറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, മക്കളെ നിങ്ങൾ നോക്കി, പ്രധാനമായിട്ടും റോക്സ് ബ്രേക്ക് ഇൻ ടു സ്മോൾ പീസസ് ബൈ ടെമ്പറേച്ചർ, കോൾഡ് ഓർ വാട്ടർ. മക്കളെ ശ്രദ്ധിക്കാം, പ്രധാനമായിട്ട് താപം, തണുപ്പ്, അല്ലെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ ജലം, ഇതുമൂലം ശിലകൾ പൊടിയുന്നതിനെയാണ് നമ്മൾ ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഫിസിക്കൽ വെതറിംഗ് ഇതാ നിങ്ങൾ കണ്ടോ, ഇതുപോലെ തന്നെ നോക്ക്, ഈ പാറ ഇതേപോലെ തന്നെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ, ചിലപ്പോൾ നല്ല ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പൊട്ടുന്നുണ്ട് അല്ലേ. അത് വെയിൽ കൊണ്ട് പൊട്ടാം. അതുപോലെ തന്നെ തണുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, പൊട്ടാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ പൊട്ടുന്നതാണ് ഇത് ഈ പറയുന്ന ഫിസിക്കൽ വെതറിംഗ്. എന്നാൽ കെമിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ റിയാക്ഷൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ട് നോക്ക്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ചേഞ്ച് ദ റോക്സ് കളർ ആൻഡ് ഷേപ്പ്. അപ്പോൾ നോക്ക് മക്കളെ, ഈ പറഞ്ഞ ഓക്സിജൻ ആയിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, അതുപോലെ വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ റോക്സിന്റെ കളറും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് കെമിക്കൽ വെതറിംഗ്. അപ്പൊ നോക്കണേ, ഫിസിക്കൽ വെതറിംഗിൽ നിന്നും കെമിക്കൽ വെതറിംഗിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ഈ പറയുന്ന റോക്സിന്റെ ഷേപ്പ് മാറുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ കളർ മാറുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇത് പ്രധാനപ്പെട്ട കെമിക്കൽ വെതറിംഗ്. ഇനി നെക്സ്റ്റ് വൺ ബയോളജിക്കൽ വെതറിംഗ് ആണ്. ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് അതിനകത്ത് വരുന്നത് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പീപ്പിൾ ഉണ്ട് അല്ലേ. ഈ പറഞ്ഞ സസ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. ഇവരൊക്കെ കാരണമാണ് ഇത് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ, കണ്ടോ, ഇതുപോലെ തന്നെ ഒരു മരത്തിന്റെ മുകളിൽ ഒരു പാറ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ പാറയുടെ വേരുകൾ പല സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഊർന്നിറങ്ങുന്നുണ്ട്. സോ അത് അങ്ങനെ പാറ പൊട്ടുന്നുണ്ട്, അത് ബയോളജിക്കൽ വെതറിംഗ് ആണ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് മക്കളെ? 3 എണ്ണമാണ്. ഇതൊക്കെ ഫിസിക്കൽ, അതുപോലെ തന്നെ കെമിക്കൽ, അതേപോലെ തന്നെ ബയോളജിക്കൽ വെതറിംഗ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സയൻസ് സബ്ജക്റ്റിന്റെ പേര് ഓർത്ത് വെച്ചുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഫിസിക്കൽ വെതറിംഗ്, കെമിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, അതുപോലെ ജൈവിക അപക്ഷയം. ഓക്കെ, റെഡി. ഇനി മക്കളെ, ആ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് പ്രധാനമായിട്ടും അപക്ഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്: ഹൗ ക്യാൻ വെതറിംഗ് ബി യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ്? മക്കളെ, അപക്ഷയ പ്രവർത്തനങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് പ്രയോജനകരമായി മാറുന്നത്? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാനതൊന്ന് ഷോർട്ട് ആക്കി ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് നോക്ക് മക്കളെ, ഫോർമേഷൻ ഓഫ് സോയിൽ ആണ്. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് സോയിൽ ഫോർമേഷൻ. ഓർത്ത് വെച്ചോണം, ഒന്നാമത് വരുന്നത് എന്താണ്? സോയിൽ ഫോർമേഷൻ ആണ്. സോയിൽ ഫോർമേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, മണ്ണ് രൂപീകരണം. സോയിൽ ഫോർമേഷൻ അല്ലെങ്കിൽ മണ്ണ് രൂപീകരണമാണ് ഇത്. ഒന്ന് റെഡി, ഒന്നാമത്തത് മണ്ണ് രൂപീകരണം അല്ലെങ്കിൽ സോയിൽ ഫോർമേഷൻ. ഇനി സെക്കൻഡ് വൺ മക്കളെ ശ്രദ്ധിച്ചോ, രണ്ടാമത്തായി വരുന്നത് എന്താണ്? രണ്ടാമത്തത്
സെപ്പറേറ്റ് മിനറൽസ് ഫ്രം റോക്സ് ആണ്. അപ്പൊ രണ്ടാമത്തത് നമുക്ക് പറയാൻ പറ്റും ഇതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് മിനറൽസ്. രണ്ടാമത്തത് നമുക്ക് പറയാൻ പറ്റും സെപ്പറേഷൻ ഓഫ് മിനറൽസ്. സെപ്പറേഷൻ ഓഫ് മിനറൽസ്. സെപ്പറേഷൻ ഓഫ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ വേർതിരിക്കൽ അല്ലെ, ധാതുക്കൾ വേർതിരിക്കൽ. ധാതുക്കൾ വേർതിരിക്കൽ അതാണ് ഇത് രണ്ടാമത്തത്, സെപ്പറേഷൻ ഓഫ് മിനറൽസ്. റെഡി. ഇനി മൂന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽ എൻറിച്ച്മെന്റ്. തേർഡ് വൺ വരുന്നത് എന്താണ്? മിനറൽ എൻറിച്ച്മെന്റ്, ധാതു സമ്പുഷ്ടീകരണം. മിനറൽ എൻറിച്ച്മെന്റ് ആണ്. മിനറൽ എൻറിച്ച്മെന്റ്, ധാതു സമ്പുഷ്ടീകരണം. ധാതു സമ്പുഷ്ടീകരണം, സമ്പുഷ്ടീകരണം, സമ്പുഷ്ടീകരണം അതാണ് ഇത് മൂന്ന്. യെസ്. നാലാമത്തത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? മൈനിങ്ങിന് എളുപ്പമാക്കുന്നുണ്ട് അല്ലെ. പറയുന്ന തേർഡ് വൺ, ഫോർത്ത് വൺ മൈനിങ് അല്ലെങ്കിൽ ഖനനമാണ്. ഖനനം. അപ്പൊ ഇത്തരത്തിലേക്ക് 4 പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് 4 കാര്യങ്ങൾക്ക് വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ത് ചെയ്യുന്നുണ്ട്? ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സോയിൽ ഫോർമേഷൻ. മക്കളെ ഇവിടെ നോക്കിക്കോ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക കണ്ടോ, ഒരു എലി ഒരു മാളം കുഴിക്കുന്നു. മാളം കുഴിക്കുമ്പോൾ അവിടെ മണ്ണ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്നത് വെതറിംഗ് ആണ്, ബയോളജിക്കൽ വെതറിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ മണ്ണ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, അങ്ങനെ സോയിൽ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതിലൂടെ വെതറിങ്ങിലൂടെ. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്, സോയിൽ ഫോർമേഷൻ, മണ്ണ് രൂപീകരിക്കുന്നു. രണ്ടാമത് സെപ്പറേഷൻ ഓഫ് മിനറൽസ് ആണ്. മിനറൽസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാൻ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, ഈ പിക്ചർ കണ്ടോ? നിങ്ങൾ നോക്ക്, ഇവിടെ മുകൾ ഭാഗത്ത് ഇത് പാറയാണ്. ഈ പാറ പൊട്ടുന്നു. ഈ പാറ പൊട്ടിയപ്പോഴാണ് അതിന്റെ അടിഭാഗത്ത് കണ്ടില്ലേ ഒരു ബ്ലാക്ക് കളറിൽ ഒരു സാധനം കണ്ടു. ഈ ബ്ലാക്ക് കളറിലെ സാധനം കാണുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മക്കളെ കോൾ അല്ലെങ്കിൽ കൽക്കരിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ കൽക്കരി കണ്ടത്? ആ കൽക്കരി കണ്ടത് എങ്ങനെയാണ്? ഈ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഈ കൽക്കരി ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് എന്തുണ്ടായിരുന്നു? ആദ്യം റോക്ക് ഉണ്ടായിരുന്നു, പാറ ഉണ്ടായിരുന്നു. ആ പാറ പൊട്ടിയപ്പോഴാണ് അതിനുള്ളിൽ എന്തുണ്ട്? മിനറൽസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഇതേപോലെ തന്നെ രണ്ടാമത് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്? മക്കളെ ശ്രദ്ധിച്ചോ, ഇതേപോലെ തന്നെ വെതറിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? സെപ്പറേഷൻ ഓഫ് മിനറൽസ് വേർതിരിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന്, ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നും ആ മിനറൽസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അങ്ങനെ പാറ പൊട്ടുന്നതോടെ. പിന്നെ വരുന്നത് മിനറൽ എൻറിച്ച്മെന്റ് ആണ്. മിനറൽ എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ധാതു സമ്പുഷ്ടീകരണം. ഇതേപോലെ തന്നെ നല്ല അതുപോലെ വൃത്തിയാക്കി നീറ്റാക്കി ഈ ധാതു സമ്പുഷ്ടീകരണം നടത്തണമെങ്കിൽ എന്ത് വേണം? ഇത് നടത്തണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്നത് എന്താണ് മക്കളെ? മൈനിങ് ആണ്, ഖനനമാണ് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കി, ഒരു സ്ഥലത്ത് നമ്മൾ ഖനനം നടത്തണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്താക്കണം? ഇതാണ് ഖനനം അല്ലെങ്കിൽ മൈനിങ്, ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ പാറ പൊട്ടിയിട്ട് അവിടെ മിനറൽസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പോൾ അവിടെ അപക്ഷയം ആദ്യം സംഭവിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ? ഇത്തരത്തിലേക്കുള്ള ഖനികൾ അല്ലെങ്കിൽ മൈനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അപ്പോൾ ഉറപ്പുവരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ പാറ പൊട്ടി അതിൻ്റെ ഉള്ളിൽ മിനറൽസ് ഉണ്ട് എന്ന് കണ്ടെത്തണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു 4 കാര്യങ്ങൾക്കാണ് നമ്മുടെ വെതറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ എന്തിനൊക്കെ ഉണ്ട്? സോയിൽ ഫോർമേഷൻ ഉണ്ട്, സെപ്പറേഷൻ ഓഫ് മിനറൽസിനുണ്ട്, അതുപോലെ മിനറൽ എൻറിച്ച്മെന്റിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ മൈനിങ്ങിനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മണ്ണ് രൂപീകരണം, ധാതുക്കൾ വേർതിരിക്കൽ, അതുപോലെ തന്നെ ധാതു സമ്പുഷ്ടീകരണം, അതുപോലെ തന്നെ ഖനനം, ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപകരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇതാ കുഞ്ഞുങ്ങളെ, അടുത്തത് നിങ്ങൾ നോക്കിയോളൂ. പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യം നോക്ക്, വിച്ച് ടൈപ്പ് ഓഫ് exogenic movement does Urulpottal belong to? Do you agree with the statement that certain high-range areas of Kerala are prone to Urulpottal? If yes, why? What measures can be adopted to mitigate the impact of Urulpottal? അപ്പോൾ ഉരുൾപൊട്ടൽ ഏതുതരം ബാഹ്യജന്യ പ്രക്രിയയാണ്? കേരളത്തിന്റെ പല മലയോര മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണെന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട്? ഉരുൾപൊട്ടലിന്റെ ആഘാത തീവ്രത കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇതേപോലെ തന്നെ ഉരുൾപൊട്ടലിന് കാരണമാകുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, എന്താണ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മാസ് വാസ്റ്റിംഗ് എന്താണ്? നിങ്ങൾ നോക്കി, ഒരു ഏരിയയിലുള്ള സാധനങ്ങൾ നേരെ താഴോട്ട് എന്ത് ചെയ്യാണ്? പതിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? മാസ് വാസ്റ്റിങ്ങിലൂടെ സംഭവിക്കുന്നത്. ദാ മക്കൾസെ അവിടെ പറയുന്നുണ്ട്, മാസ് വാസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ മൂവ്മെന്റ് ഓർ ഫാൾ ഓഫ് റോക്ക് ഫ്രാഗ്മെന്റ്സ് ഓർ എർത്ത് മെറ്റീരിയൽസ് ഡൗൺ ദ സ്ലോപ്പ് ഓഫ് അണ്ടർ ദ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ പുൾ. മക്കളെ, ഗ്രാവിറ്റേഷണൽ പുല്ല് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ നേരിട്ടുള്ള സ്വാധീനം മൂലം ഇതുപോലെ തന്നെ ശിലാകഷ്ണങ്ങൾ അല്ലേ, ഈ പറയുന്ന റോക്സ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നേരെ താഴോട്ട് ചരിവുള്ള പ്രദേശത്തിലൂടെ നീ താഴോട്ട് പതിക്കുന്ന ഒരു പ്രക്രിയയാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇതുപോലെ തന്നെ ഇത് പതിച്ച സ്ഥലങ്ങളൊക്കെ കാണാം അല്ലേ. മുകൾ ഭാഗത്ത് നിന്ന് കല്ലും മണ്ണും സാധനങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാണ്? നേരെ താഴോട്ട് പതിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. റെഡി. ഇനി ഇതാ മക്കൾ നോക്കിക്കോളൂ,
എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഇത് ഉണ്ടാകുന്നു? അതിലൊന്ന് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസാന്ദ്രത വർദ്ധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തത് അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ മെത്തേഡാണ്. അശാസ്ത്രീയമായിട്ടുള്ള പ്രധാനപ്പെട്ട നിർമ്മാണ രീതികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് കാരണമാകുന്നുണ്ട്. പിന്നെ ഉള്ളത് പ്രധാനമായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഈ പറഞ്ഞ പ്രകൃതി വിഭവങ്ങൾ അമിതമായി നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു. പിന്നെ ഹെവി റെയിൻഫാൾ, അതിതീവ്ര മഴ. അപ്പൊ നിങ്ങൾ നോക്കി, ഇതേപോലെ തന്നെ അശാസ്ത്രീയമായിട്ട് ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡിങ്സുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നെയാണ് അല്ലേ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ടാകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്താണ്, കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് വീട് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ഥലത്തിലേക്ക് വരികയാണ്. വീട് മാത്രമല്ല ബിൽഡിങ്സുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഇതും ഒരു പ്രധാനമായിട്ട് മറ്റുള്ള ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാരണമായി മാറുന്നുണ്ട് അല്ലേ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഇനി ഇത്തരത്തിലേക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ സയന്റിഫിക് മെത്തേഡ്സിലൂടെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. അതിനൊരു 3 മെത്തേഡുകൾ നമ്മൾ നോക്കാൻ പറ്റും. 3 മെത്തേഡുകൾ. അതിലൊന്ന് റിമോട്ട് സെൻസിങ് ആണ്. റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം. എന്താണ് റിമോട്ട് സെൻസിങ് മക്കളെ? വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിലേക്കുള്ള സാറ്റലൈറ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മോഡേൺ ആയിട്ടുള്ള എയറോപ്ലെയിൻ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിവൈസസുകൾ ഉപയോഗിച്ചുകൊണ്ട്, സാറ്റലൈറ്റ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഏരിയക്കകത്ത് ഇതുപോലെ പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കി അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, ആൾക്കാരെ ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സഹായിക്കുന്നതാണ് ഇത് റിമോട്ട് സെൻസിങ് കേട്ടോ. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത് റിമോട്ട് സെൻസിങ്. വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു രീതിയാണ് ഈ റിമോട്ട് സെൻസിങ്. അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് GIS ആണ്. GIS അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ മൊബൈലിനകത്തും ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഓൾറെഡി മെസ്സേജുകളൊക്കെ വരുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. ഉരുൾപൊട്ടലൊക്കെ നമുക്ക് നേരിടാൻ പറ്റും. അതേപോലെ തന്നെ ലാസ്റ്റ് വൺ മാപ്സ് ആണ്. മാപ്സ് ഭൂപടങ്ങളാണ്. ഈ ഭൂപടങ്ങൾ ആരൊക്കെ ഉണ്ടാക്കിയതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസും കൂടി ചേർന്നിട്ടുള്ള ഒരു മാപ്പ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കുള്ള മാപ്പുകളാണ്. ഈ മാപ്പുകൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒഴിഞ്ഞു പോകാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ സാധിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ. അപ്പോൾ നിർബന്ധമായി പഠിച്ചു വെച്ചോ. ഉരുൾപൊട്ടലുമായിട്ടുള്ള ചോദ്യം എന്തായാലും എന്ത് ചെയ്യും, വന്നിരിക്കും. ഉറപ്പാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും മെയിനായിട്ടുള്ള വരുന്ന ഒരു ചോദ്യം എന്നുള്ളതല്ലേ. നോക്കിക്കോളൂ, ദ ഗ്ലിംബസസ് ഓഫ് ഫ്രീ ഇന്ത്യ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. മക്കളെ ഉറപ്പിച്ചു വെച്ചോ, ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. പഞ്ചശീല തത്വങ്ങളെ കുറിച്ച് എക്സാമിന് ചോദിക്കും. എന്താണ് പഞ്ചശീല തത്വം, പഞ്ചശീല തത്വത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ തത്വങ്ങൾ ചോദിക്കും. അപ്പൊ നോക്ക്, പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ, മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ ഒബ്സർവ് ഇക്വാലിറ്റി ആൻഡ് മ്യൂച്വൽ അസിസ്റ്റൻസ്, അതുപോലെ മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് ആണ് മക്കളെ. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുക. ഇത്രയുമാണ് പ്രധാനമായിട്ട് പഞ്ചശീല തത്വത്തിലുള്ളത്. മക്കളെ, ഞാനിത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് സിമ്പിൾ ആയിട്ട് കോഡായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ട്രിക്കിലൂടെ ഒരു കഥയിലൂടെ എന്ത് ചെയ്യാം, ഇത് പഠിപ്പിച്ചു തരാം. മക്കളെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഈ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുന്നതാണ്. അത് ചൈനയുണ്ട്. അതേപോലെ തന്നെ മക്കളെ ആരുമുണ്ട്, നമ്മുടെ ഇന്ത്യയുമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഒപ്പുവെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ്. മക്കളെ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇന്ത്യയും ചൈനയും ഇത് ഒപ്പുവെച്ചു. ഇവർ രണ്ടാൾക്കാരെയും ഇതേപോലെ തന്നെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർ രണ്ടാൾക്കാരെ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക. ഇവരൊരു ഭാര്യയും ഭർത്താവുമാണ്. എന്തായിരിക്കും അവസ്ഥ മക്കളെ? ഒരു ഭാര്യയും ഭർത്താവ് വന്ന സമയത്ത് അവരുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ വേണം മക്കളെ? മ്യൂച്വൽ റെസ്പെക്റ്റ് വേണ്ടേ? മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. ഓഫ് കോഴ്സ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്തായാലും വേണം. അതേപോലെ തന്നെ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാൻ പറ്റുമോ? ഒരിക്കലും ആക്രമിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭാര്യയായാലും ഭർത്താവായാലും മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. കാരണം നിങ്ങൾക്കറിയാലോ, ഇതുപോലെ തന്നെ 1954 അല്ലെ 1954 ചൗവൻലായ്, ചൈനീസ് പ്രസിഡന്റ് ആയിട്ടുള്ള ചൗവൻലായും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും കൂടിയും ഒപ്പുവെച്ചിട്ടുള്ളതാണ് ഇത് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവര് തമ്മിൽ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കി എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് മ്യൂച്വൽ അസിസ്റ്റൻസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാര്യയും ഭർത്താവുള്ള ജീവിതമാണെന്ന് ഓർത്ത് വെച്ചോളാം. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവുള്ള ജീവിതത്തിനകത്ത് അവർക്ക് മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. ഉറപ്പല്ലേ? മ്യൂച്വൽ റെസ്പെക്റ്റ് എന്തായാലും വേണം. നോൺ അഗ്രഷൻ വേണം അല്ലേ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മക്കളെ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. അതായത് മക്കൾ ശ്രദ്ധിച്ചാൽ മതി, ഭാര്യ പോയിട്ട് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവ് പോയിട്ട് ഭാര്യയുടെയോ പ്രധാന
പ്രധാനപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല ചിലപ്പോൾ കഴിഞ്ഞു പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, അതിലൊന്നും ഇടപെടരുത്. അത് പറഞ്ഞത് നോൺ ഇന്റർഫിയറൻസ് അല്ലേ, അതായത് ഇടപെടരുത്, അവരുടെ ഇന്റേണൽ അഫയേഴ്സ് പോയിട്ട് എന്ത് ചെയ്യരുത്, ഇടപെടരുത്. ഇനി നോക്കിയോളൂ, ഇനി അടുത്ത എന്ത് വേണം, മ്യൂച്വൽ അസിസ്റ്റൻസ്, പരസ്പരമായ ഒരു സഹായം എന്ത് ചെയ്യണം, അവർക്ക് വേണം, പരസ്പര സഹായം വേണം അല്ലേ, ഭാര്യാഭർത്ത ബന്ധത്തിൽ ഒരു പരസ്പര സഹായം വേണം, ഒരു മ്യൂച്വൽ അസിസ്റ്റൻസ് വേണം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഒരു ഭാര്യയും ഭർത്താവുന്ന സമയത്ത് മ്യൂച്വൽ റെസ്പെക്ട് വേണം, നോൺ അഗ്രഷൻ വേണം അല്ലേ, അപ്പോൾ പരസ്പരം ഒരു ബഹുമാനം വേണം. അതുപോലെ തന്നെ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നോൺ ഇന്റർഫിയറൻസ്, പരസ്പരം അവർ ഇടപെടരുത് അല്ലേ, ആഭ്യന്തര കാര്യങ്ങളിലൊന്നും പോയിട്ട് ഇടപെടാൻ നിൽക്കരുത്. അതുപോലെ ഒരു മ്യൂച്വൽ അസിസ്റ്റൻസ് അല്ലേ, അതേപോലെ തന്നെ ഒരു പരസ്പര സഹായമൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ജീവിതത്തിനകത്ത് എന്തുണ്ടാവും മക്കളെ, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവും, സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാവും കേട്ടോ. ഓർത്ത് വെച്ചോളൂ, അവരുടെ ജീവിതത്തിനകത്ത് എന്തുണ്ടാവും, സമാധാനപരമായ സഹവർത്തിത്വം, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാവും. ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കഥയാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം മക്കളെ. ഷുവർ ആണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്തായാലും വന്നിരിക്കും കേട്ടോ. ഓക്കെ, യെസ്, ഷുവർ ആണ്. റെഡി, സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തത് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്ന ഈ ഒരു ഭാഗമില്ലേ, ഈ ഭാഗത്തിനകത്ത് മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 1-2 പോയിന്റ്സുകളുണ്ട്, ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളിൽ ഒന്നിലേക്ക് ഞാൻ പോകട്ടെ. ചോദ്യം ഇതാണ്, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്ന ഏജൻസികൾക്ക് 4 ഉദാഹരണങ്ങൾ എഴുതാം. അതായത് ഈ പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ഏജൻസികൾ ഉണ്ടല്ലോ, ആ ഏജൻസികൾക്ക് ഒരു ഉദാഹരണങ്ങൾ എഴുതാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇതുപോലെ തന്നെ ഫോം ചെയ്യുന്ന ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നോക്ക്, ഫാമിലി ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പിയർ ഗ്രൂപ്പ് ഉണ്ട്, മീഡിയ ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ, ഒപ്പീനിയൻ പോൾ ഉണ്ട്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട് കേട്ടോ, കുടുംബമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സമപ്രായ സംഘങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയ പാർട്ടിയും അവരുടെ പ്രവർത്തനങ്ങളും ഉണ്ട്, സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും ഉണ്ട്, അഭിപ്രായ വോട്ടെടുപ്പുണ്ട്, കലയും സാഹിത്യവും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെച്ചൂടാ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? റെഡി. ഓക്കെ, ഇനി അടുത്തത് ഒരു ചോദ്യം മക്കളെ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പൊതുജനാഭിപ്രായത്തിന്റെ ഇപ്പോൾ ഈ പറയുന്ന പ്രാധാന്യത്തിൻ്റെയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചില സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യണം, പറയണം കേട്ടോ. പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം, ജസ്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്, അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. സോ മക്കളെ ഇതുപോലെ തന്നെ ഞാൻ ഇനി അതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് പിടിച്ചോ. ഒന്ന് ഡൈവേഴ്സ് ഒപ്പീനിയൻ ആണ് അല്ലേ, ഇതുപോലെ തന്നെ വൈവിധ്യമായ അഭിപ്രായങ്ങളുണ്ട്. ജനറൽ കൺസെൻസ് ഓൺ എ ടോപ്പിക് അല്ലേ, ഒരു വിഷയത്തിനുള്ളിൽ പൊതുസമ്മതം ഉണ്ടാക്കുന്നു. അതുപോലെ ഇറ്റ് ചേഞ്ച് ദ സർക്കംസ്റ്റാൻസസ്, ടൈം ആൻഡ് ന്യൂ നോളജ് അല്ലേ, സാഹചര്യത്തിനും സമയത്തിനും അനുസരിച്ച് പുതിയ അറിവുകൾക്കനുസരിച്ച് അത് മാറുന്നുണ്ട്. അതേപോലെ തന്നെ മക്കളെ ഇറ്റ് റിലേറ്റഡ് ടു സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മാറ്റേഴ്സ്, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി രൂപപ്പെടുന്നു. എനിവൺ ക്യാൻ എക്സ്പ്രസ് ദിയർ ഒപ്പീനിയൻ ഫ്രം എനിവർ അല്ലേ, ആർക്കും ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റും. ഇത് ഇതേപോലെ തന്നെ എൻഷുർ ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ, ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നുണ്ട്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ മക്കളെ ഇനിയും കുറേ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വരാനുണ്ട്. സോ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ, 2-3 ചോദ്യം ഇവിടുന്ന് വരുന്നുള്ളൂ. അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അത് എപ്പോഴാണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പബ്ലിക് ലൈവിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ മക്കൾ എല്ലാവർക്കും പബ്ലിക് ലൈവിനകത്ത് കൃത്യമായിട്ട് പങ്കെടുക്കുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. സോ ഇനിയുള്ള ഓരോ ലൈവുകളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സോ ഇതുവരെ ഒറ്റ കാര്യം കൂടി പറയാം മക്കളെ, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്കൊന്നും ചേരാത്ത, ലാസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ പോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലത്തിന്റെ എക്സ്ട്രാ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാം. സോ അടിപൊളിയാക്കുക മക്കളെ, ഉഷാറാക്കുക. സോ ബൈ മക്കളെ, ബൈ.